മലപ്പുറം കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ 14-കാരിയെ 16-കാരൻ കൊന്നു. ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് 14-കാരിയായ പെൺകുട്ടി. അതേ സ്കൂളിൽ തന്നെ +1 വയ്ക്കുന്നു 16-കാരൻ. രണ്ടുപേരും സ്നേഹത്തിലാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ. ഒരു ദിവസം ഈ ആൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിലെത്തി. അമ്മ വഴക്ക് പറഞ്ഞു, മേലെ ഇവിടെ വരരുതെന്ന് പറഞ്ഞു. അങ്ങനെ വഴക്ക് പറഞ്ഞ് വിലക്കി. പക്ഷേ അതിനുശേഷം സ്കൂളിൽ അവർ തമ്മിൽ അടുപ്പമായിട്ട് തന്നെ നിലനിന്നു. ഇവർ തമ്മിലുള്ള ബന്ധം പലർക്കും അറിയാം. മറ്റവൻ +1 ആണ്, പെൺകുട്ടി 9ലാണ്. ആ ബന്ധം അങ്ങനെ തുടർന്നു. ഇന്നലെ രാവിലെ പെൺകുട്ടി സ്കൂളിൽ പോയി. യൂണിഫോമിലാണ് പോയത്, ബാഗൊക്കെ ഉണ്ട്. രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വീട്ടിലെത്തിയില്ല. അമ്മയ്ക്ക് സംശയമായി. കുട്ടിയെ പറ്റി അന്വേഷണം നടത്തി. മിസ്സിംഗ് ആണ് എന്ന് തോന്നി. പോലീസ് സ്റ്റേഷൻ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് സടകുടഞ്ഞ് എഴുന്നേറ്റു. പെട്ടെന്ന് തന്നെ സ്കൂൾ വിദ്യാർത്ഥിനിയാണ്, 14 വയസ്സേ ഉള്ളൂ. കൊച്ചിനെന്ത് സംഭവിച്ചു? പോലീസ് എന്തായാലും ഇമ്മീഡിയറ്റായിട്ട് ആ കുട്ടിയായിട്ട് അടുപ്പമുള്ള പയ്യനെ തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. തമ്മിൽ കണ്ടു. അതിനുശേഷമാണ് ആ കുട്ടി തന്നെയാണ് ഈ 14-കാരി മരിച്ചു കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തത്. കരുവാരക്കുണ്ട് പോലീസ് അതിർത്തിയിലെ അവിടെ തന്നെ ആ ഒരു റെയിൽവേ ട്രാക്കിനടുത്ത് കുറ്റിക്കാട്ടിൽ ആണ് ആ മൃതദേഹം കാണിച്ചു കൊടുത്തത്. പെൺകുട്ടിയുടെ മൃതദേഹം അവിടെ കിടപ്പുണ്ട്. 16-കാരൻ തന്നെ കാണിച്ചിട്ടുണ്ട്. ആ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് കൊന്നു കിടക്കുന്നതെന്ന് കരുതുന്നു. അതുപോലെ തന്നെ കുട്ടിയുടെ ബാഗ് അവിടെ ഇരിപ്പുണ്ട്. സ്കൂളിൽ നിന്ന് പോയപ്പോഴോ വന്നപ്പോഴോ ആകാം. എന്തായാലും ഡെഡ് ബോഡി കാണിച്ചു കൊടുത്തത് ആ പെൺകുട്ടിയുടെ സുഹൃത്ത് ചെറുക്കൻ തന്നെ. അവനെ സംശയം ഉണ്ടായിരുന്ന അമ്മയ്ക്ക്. അവൻ ഒരു പ്രാവശ്യം വീട്ടിൽ വന്നതാണ്. കുട്ടി കാണാതെ പോയെന്ന് പറഞ്ഞപ്പം, ഇങ്ങനെ ഒരുത്തന്നെ സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ ആ പയ്യനെ കസ്റ്റഡിയിലെടുത്തു. അവനെ ചോദ്യം ചെയ്തു. അവൻ കുറ്റം സമ്മതിച്ചു. ഞാൻ അവളെ കൊന്നു, ആ സ്ഥലം കൊണ്ട് കാണിക്കാം. അങ്ങനെയാണ് ആ കുട്ടിയെ ആയിട്ട് പോലീസ് ആ കൃത്യസ്ഥലത്ത് പോയത്. അവിടെ ആ കുറ്റിക്കാട്ടിനിടയ്ക്ക് കുട്ടി മരിച്ചു കിടക്കുന്നു. എങ്ങനെയാണ് കൊന്നതെന്നുള്ള വിവരങ്ങൾ വെളിയിലോട്ട് വരുന്നില്ല. അതിനി കുറച്ച് കഴിഞ്ഞ് അറിയാനൊക്കെയുള്ളൂ. ഈ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന ഈ സംഭവം പോലീസ് അതിനകത്ത് ഏതായാലും ആ കൊച്ചിനെ, ആ ആൺകുട്ടിയെ പെട്ടെന്ന് ചോദ്യം ചെയ്ത് ഈ കുട്ടിയെ കണ്ടെത്തി എന്നുള്ളതാണ്. അവനെ നേരത്തെ അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് അമ്മ വിലക്കിയിട്ടുണ്ട്. ആ വിവരങ്ങളൊക്കെ പോലീസിലേക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. എന്തായാലും നാടിനെ നടുക്കിയ, നമ്മളെ ഞെട്ടലൊഴിവാക്കുന്നതാണ്. കാരണം സാധാരണ നമ്മൾ കാണുന്നത് പ്രായപൂർത്തിയായവർ, വിവാഹം കഴിച്ചവരുമൊക്കെ ഇതുപോലെ ചില ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ പലതും വന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയത്ത് കണ്ടല്ലോ, 45 വയസ്സുകാരിയെ 38-കാരൻ കൊന്ന്. 45-കാരെ ഭർത്താവ് മരിച്ചിട്ട് 6 മാസമായുള്ളൂ. അവർക്ക് 2 കുട്ടികളുണ്ട്. ഒരു ബൃഹത്തായ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സ്ഥിരം വരുന്ന ഒരാളാണ് 38 വയസ്സുകാരൻ, ഇവരുടെ ആൺസുഹൃത്ത്. എന്തായാലും ആൺസുഹൃത്ത് അവരെ കൊന്നിട്ട് അയാൾ തൂങ്ങി മരിച്ചതായിട്ടാണ് അറിയുന്നത്. ഇതൊക്കെ സാധാരണ ഈ സൈസിലുള്ള സംഭവങ്ങൾ ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പ്രായപൂർത്തിയായവരും കല്യാണം കഴിച്ചവരും അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ നിന്നവരും ഇങ്ങനെയുള്ള സ്നേഹബന്ധത്തിൽ വന്ന് ഏതായാലും അങ്ങനെ ഒരു ബന്ധത്തിലെ പര്യവസാനം കൊലപാതകത്തിൽ തന്നെ അവസാനിക്കുന്നതാണ് നമ്മൾ സാധാരണ കാണുന്നത്. പക്ഷേ ഇത് കൊച്ചു കുട്ടികളിലേക്ക് ഇതങ്ങ് മാറി. 14 വയസ്സേ ഉള്ളൂ, 9ാം ക്ലാസ്സുകാരിയാണ്. അവൾ ഇവനുമായിട്ട് അടുപ്പമായി, പ്രേമത്തിലായി. അങ്ങനെ നടക്കുന്നൊരു പെൺകുട്ടി. അതോടൊപ്പം തന്നെ ആൺകുട്ടി, അവനും അതേ സ്കൂളിൽ തന്നെ വിദ്യാർത്ഥിയാണ്, 16 വയസ്സേ ഉള്ളവന്. അവന് ഈ പെൺകുട്ടിയും തന്നെ അടുപ്പം. ആ പെൺകുട്ടിയുടെ അമ്മ ഇവനൊരു ദിവസം വീട്ടിൽ വന്നപ്പം അവനെ പിടിച്ചു. മേലെ ആവർത്തിക്കരുത്, അവരുടെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവർക്ക് അവരുടെ പ്രേമത്തിന്, അവർ തമ്മിലുള്ള അടുപ്പത്തിന് അത് ഒരു ബ്ലോക്കായില്ല. അത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ ചെറുപ്രായത്തിൽ എന്ത് കാര്യത്തിനാണ് തമ്മിൽ പിണങ്ങി ഇത് കൊന്നത്
എന്നും മനസ്സിലാകുന്നില്ല. അത് അടുത്ത ദിവസം നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം ഈ കൊലപാതകങ്ങളെല്ലാം വലിയവരിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മുടെ കുട്ടികളിലേക്ക് മാറുന്നു. അതൊരു ഫാഷനായിട്ട് വരികയാണോ? അത് ഓരോ പ്രശ്നത്തിനും സൊല്യൂഷൻ കൊലപാതകം തന്നെയാണെന്ന് കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ല വേറെ സൊല്യൂഷൻ ഇല്ലയെന്ന് അവരുടെ ധാരണ. കുട്ടികളുടെ മാനസിക വളർച്ച വളരെ അധികം പേടിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ്. അവർ ക്രിമിനൽ സൈഡിലോട്ട് മാത്രമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവൃത്തിയിലെല്ലാം അങ്ങനെ തന്നെ. നമുക്കറിയാം ഇതുപോലെയുള്ള തത്വചിന്തയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ നമ്മൾ മാതാപിതാക്കളും അല്ലെങ്കിൽ സമൂഹം പഠിപ്പിക്കുന്ന ഒരു ഡിസിപ്ലിൻ ലൈഫുണ്ട്. അങ്ങനെ നമ്മൾ ഒരു മരണം വരെ അല്ലെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞ് അല്ലെങ്കിൽ നല്ല പ്രായമായി കഴിഞ്ഞ് മരിക്കാൻ പോകുന്ന സന്ദർഭം വരെ നമുക്ക് ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ഉണ്ടായെങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനൊക്കെ ഉള്ളൂ. പക്ഷേ ഇതുപോലുള്ള പ്രശ്നത്തിൽ ചെന്ന് ചാടി അടിയന്തരമായി ഒരു മാനസിക വിക്ഷോഭം ഉണ്ടായി അപ്പോൾ തന്നെ ഒരാൾ മറ്റൊരാളെ കൊല്ലുകയും അല്ലെങ്കിൽ ഒരാളെ കൊന്നിട്ട് മറ്റൊരാളെ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. എന്തായാലും സ്കൂൾ കുട്ടികളിലേക്ക് ഈ വലിയവരുടെ ഈ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ ആവാഹിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളും അതേ രീതിയിലുള്ള കൊലപാതകം നടത്താൻ തുടങ്ങിയിരിക്കുന്നു. അതും പ്രേമം. ആ പ്രേമം അങ്കുരിക്കേണ്ട പ്രായം ആയില്ല എങ്കിൽ തന്നെയും 14 വയസ്സും 16 വയസ്സിനും ഇടയ്ക്ക് ആ പ്രേമം അത് ജ്വലിച്ചു വന്നു. അതിൻ്റെ അവസാനം ഒരു കൊലപാതകത്തിലേക്ക് എത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സമൂഹം കൈവിട്ടു പോകുന്നതായിട്ട് നമ്മുടെ കുട്ടികൾ പ്രായമായി വന്ന് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യത്തിൽ ചെറുപ്രായത്തിൽ തന്നെ അവർ പരസ്പരം ആകർഷകരായി. അതുമാത്രമാണ് അവരുടെ ജീവിത രീതിയും അവരുടെ ലക്ഷ്യവും. മറ്റുള്ള പഠനത്തിനോ സമൂഹത്തിൻ്റെ ോടുള്ള ഉത്തരവാദിത്വം, കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്വം എല്ലാവരും മറക്കുന്ന, അവർക്ക് അതിലൊന്നും പ്രതിബദ്ധതയില്ല. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മളെ പേടിപ്പെടുത്തുന്നു. നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് എന്തോ കാര്യമായ രോഗം വന്നു കഴിഞ്ഞു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു.